ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രമേഹം ഇന്ന് വളരെ സാധാരണയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ വീടുകളിലും മിക്കവാറും പ്രമേഹ രോഗികളുണ്ട്. കേരളത്തിലെ 5-ൽ ഏതാണ്ട് 2 പേരെങ്കിലും പ്രമേഹ രോഗികളാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രമേഹം ഇങ്ങനെ വളരെ സാധാരണയാകുന്നത്? അതുപോലെ തന്നെ പ്രമേഹം ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ടുണ്ടാകാറുണ്ട്. അതായത് അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ട്, അതുകൊണ്ട് മക്കൾക്ക് ചിലപ്പോൾ പ്രമേഹം ഉണ്ടാകുന്നു. പല മക്കളും പറയുന്നത് അച്ഛനും അമ്മയും തന്നേച്ചു പോയതാണ്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഈ പ്രമേഹം ശരിക്കും ഒരു പാരമ്പര്യ രോഗമാണോ, അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യ ഘടകം എങ്ങനെയാണ്, നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പ്രമേഹം ഒരു പാരമ്പര്യ രോഗം എന്ന് ഡോക്ടർമാർ പറയുന്നില്ല, പക്ഷേ അതിനൊരു പാരമ്പര്യ സ്വഭാവമുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. അതായത് അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉണ്ടെങ്കിൽ മക്കൾക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് 60 മുതൽ 70% വരെയാണ്. ഒരാൾക്ക് മാത്രം പ്രമേഹം ഉണ്ടെങ്കിൽ മക്കൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഏതാണ്ട് 50%-ഓടടുത്താണ്. അപ്പോൾ ഈ പ്രമേഹം അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉള്ള കുടുംബങ്ങളിലുള്ള കുട്ടികൾ അവർ ചെറുപ്പം മുതൽ തന്നെ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് പ്രമേഹം ഉണ്ടാകുകയില്ല. അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏതാണ്ട് 25-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അവർക്ക് പ്രമേഹം പിടിപെടും എന്നുള്ളതിനകത്ത് വലിയ തർക്കമൊന്നും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഈ പ്രമേഹ സാധ്യത കൂടുതലുള്ളവരാണ് അച്ഛനും അമ്മയ്ക്കും പ്രമേഹം ഉള്ള വീടുകളിലുള്ള മക്കൾ. അപ്പോൾ ഈ പ്രമേഹത്തിൻ്റെ ആ പാരമ്പര്യ സ്വഭാവത്തെ പറ്റി നമ്മൾ അല്പം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പാരമ്പര്യ സ്വഭാവം ഉണ്ടെന്ന് വെച്ച് നമുക്ക് മക്കൾക്ക് പ്രമേഹം ഉണ്ടാകണമെന്ന് 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഇങ്ങനെ അപ്പം അമ്മയ്ക്കും അച്ഛനും പ്രമേഹം ഉണ്ടെങ്കിൽ മക്കളുടെ ശരീരത്തിൽ അതിൻ്റെ പാരമ്പര്യ ഘടകം, അതായത് ജീൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ ജീൻ ഉണ്ടായാലും ചിലപ്പോൾ അവർക്ക് പ്രമേഹം ഉണ്ടാകത്തില്ല അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അവർ ശ്രദ്ധിച്ചില്ല, അതായത് അവർ ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ അവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രമേഹം ഉണ്ടാകാതിരിക്കാൻ, അതായത് പാരമ്പര്യമായിട്ട് പ്രമേഹം ഉള്ളവർക്ക് ഇത് ഉണ്ടാകാതിരിക്കുവാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ പറ്റും. നമുക്ക് ജീന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ ജീനിനെ അതേപടി തന്നെ നിലനിർത്താൻ പറ്റും. അതായത് അതിൻ്റെ സ്വഭാവം അത് പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് പ്രമേഹം വരാതിരിക്കുക എന്ന സ്ഥിതിയിലേക്ക് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മൾ നെൽവിത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ നെല്ല് വിത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളത് ചാക്കി കെട്ടി തട്ടുംപുറത്തി പണ്ട് കാലങ്ങളിലൊക്കെ സൂക്ഷിക്കുമായിരുന്നു. നമ്മൾ എത്ര വർഷം അതവിടെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാലും അതൊരിക്കലും കിളുക്കുകയില്ല. പക്ഷേ അതിൽ ഒരു പിടി നെല്ല് നമ്മൾ മുറ്റത്തെടുത്തുകൊണ്ട് പോയി മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അത് മുളച്ച് ഒരു നെൽവിത്തായിട്ട് മാറും, നെൽച്ചെടിയായിട്ട് മാറും. അപ്പോൾ ആ നെല്ലിന് ആ വളവും നെല്ലിന് ആ സൂര്യപ്രകാശവും ആ വെള്ളവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് വളരുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു തോക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. തോക്കിനകത്ത് വെടിയുണ്ട ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെടിയുണ്ട അതിനകത്ത് തോക്കിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ കാഞ്ചി വലിച്ചാൽ മാത്രമേ ആ വെടിയുണ്ട അതിൽ നിന്നും പുറത്തു പോവുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ജീൻ ഉണ്ടെങ്കിലും അവനവിടെ തന്നെ ഇരുന്നുകൊള്ളും. അവന് യാതൊരു ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടാക്കിയില്ല. പക്ഷേ അവനെ അവിടെ ഇരുത്താനുള്ള അവനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ തനി സ്വഭാവവും പ്രകടിപ്പിക്കും. അതിനെ അൺമാസ്കിങ് ഓഫ് ജീൻസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന് ആവശ്യമായിട്ടുള്ള അനുകൂല ഘടകങ്ങൾ? അപ്പോൾ പ്രമേഹമുള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ പ്രമേഹം വരാൻ സാധ്യതയുള്ളവർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ആഹാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മധുരം കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. മധുരം തീർത്തും ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ പ്രമേഹ പാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള കുട്ടികളൊക്കെ ചെറുപ്പം മുതൽ തന്നെ പഞ്ചസാരയുടെ ഉപയോഗത്തിൽ ഒരു മിതത്വം പാലിക്കണം. അല്ലെങ്കിൽ പഞ്ചസാര ഉപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ചോറുണ്ണുമ്പോൾ നമ്മൾ തവിടുള്ള അരിയുടെ അല്ലെ ഹോൾ ഗ്രെയിൻസിൻ്റെ ചോറ് മാത്രം ഉണ്ടുക. ചോറിൻ്റെ അളവിൽ നമ്മളൊരു കുറവ് വരുത്തുക. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും സെലക്ട് ചെയ്യണം. നമ്മൾ കൂടുതലായിട്ടും മില്ലറ്റ്സിനെ ആശ്രയിക്കുക.
അതുപോലെ തന്നെ നമ്മൾ ഓട്സ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് പച്ചക്കറികൾ ഉപയോഗിക്കുക. കിഴങ്ങ് വർഗ്ഗം അല്ലാത്ത പച്ചക്കറികളാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പഴങ്ങളൊക്കെ കഴിക്കാം. നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രമേഹം ഇങ്ങനെയുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ആ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞ ഒരു 40 മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ എയറോബിക് എക്സർസൈസ് ചെയ്യണം. അതായത് നടക്കുക, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ കയറുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും എയറോബിക് വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൂടാതെ നമ്മൾ റെസിസ്റ്റൻസ് എക്സർസൈസ് ഉണ്ട്. അതായത് നമ്മൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന ഡംബൽ ഉപയോഗിച്ചുള്ള വ്യായാമം, പുഷപ്പ് തുടങ്ങിയ റെസിസ്റ്റൻസ് എക്സർസൈസും ഈ പ്രമേഹം വരാതിരിക്കുവാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യുക, ആഹാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ നന്നായിട്ട് ഉറങ്ങുക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഏറ്റവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ടെൻഷനുള്ള കാര്യങ്ങളിൽ ടെൻഷനുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ ടെൻഷൻ ഉണ്ടാകാതിരിക്കണം. കഴിവുള്ളത്തോളം ടെൻഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഈ ഷുഗർ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഷുഗർ വരികയില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഫാറ്റ് കുറഞ്ഞ ചിക്കൻ ഉപയോഗിക്കാം, മുട്ട ഉപയോഗിക്കാം, പാല് മിതമായ അളവിൽ ഉപയോഗിക്കാം, മത്സ്യങ്ങൾ ഉപയോഗിക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അത് നട്ട്സിനകത്തുണ്ട്, സീഡ്സിനകത്തൊക്കെ ഉണ്ട്, ചെറു മത്സ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒപ്പം നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാരമ്പര്യ ഘടകം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അവർക്ക് പ്രമേഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരൊരു 6 മാസം കൂടുമ്പോൾ അല്ലെ 6 മാസം കൂടുമ്പോഴെങ്കിലും അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം പ്രമേഹം നമുക്ക് കൂടിയാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടിയാലും പലപ്പോഴും അത് ഒരു ലക്ഷണങ്ങളും പുറത്ത് കാണിക്കാറില്ല. നമ്മളത് അറിയില്ല. അതായത് പഞ്ചസാര കൂടിയാലും അവരത് അറിയുന്നില്ല. അവരുടെ രക്തത്തിലെ പഞ്ചസാര അവർ ലാബറട്ടറിയിൽ പോയി പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് ഡയബറ്റിക് ലെവലിലോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ലെവലിലോ ആയോ എന്ന് നമുക്ക് വിലയിരുത്തുവാൻ പറ്റുകയുള്ളൂ. അത് ഒന്നെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള PPBS എടുക്കാം, ഇല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള ബ്ലഡ് ഷുഗർ എടുക്കാം, ഇല്ലെങ്കിൽ 3 മാസത്തെ ആവറേജ് എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പരിശോധന ചെയ്ത് അവരുടെ രക്തത്തിലെ പഞ്ചസാര ഉയരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഡയബറ്റീസ് ആകുന്നില്ല എന്ന് നമുക്ക് വിലയിരുത്തുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിലും നമുക്ക് പ്രമേഹത്തെ നമുക്ക് പടിക്ക് പുറത്ത് നിർത്താൻ പറ്റും. അത് ചെറിയൊരു കാര്യമല്ല, അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം പ്രമേഹം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിച്ച് മാറ്റുക വളരെ ബുദ്ധിമുട്ടാണ്. അതുതന്നെയല്ല, ചികിത്സിച്ച് മാറ്റുക അസാധ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രമേഹത്തെ നമ്മൾ കൊണ്ടു നടക്കേണ്ടി വരും. പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ ശരിക്കും നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഗൗരവ സ്വഭാവമുള്ള കോംപ്ലിക്കേഷൻ അല്ലെ സങ്കീർണതകളെ പറ്റിയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് കണ്ണിന് റെട്ടിനോപ്പതി വരാം, കിഡ്നിക്ക് പ്രശ്നം വന്ന് കിഡ്നി ഡയാലിസിസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, കാലിലൊക്കെ വ്രണം വന്ന് കാല് ചിലപ്പോൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇങ്ങനെ നിരവധി കോംപ്ലിക്കേഷനാണ് പ്രമേഹ രോഗികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരാതിരിക്കണമെങ്കിൽ പ്രമേഹത്തെ വരാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്ക് ചെറുപ്പം മുതൽ തന്നെ വരണം, ചെറുപ്പം മുതൽ തന്നെ ഉണ്ടാവണം. അപ്പം ഈ പാരമ്പര്യം അച്ഛനോ അമ്മയ്ക്കോ പ്രമേഹം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരെ പ്രമേഹം ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്ഥിതിയെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രമേഹത്തെ നമ്മൾ പുറത്ത് നിർത്തുക എന്നത് വളരെ ചെറിയൊരു നിസ്സാര കാര്യമല്ല. നമുക്ക് വളരെ 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 ചെയ്യാവുന്ന, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ അത് അറിവില്ലാത്തത് കൊണ്ട് പലരും അത് ചെയ്യുന്നില്ല. പലരും രോഗികളാകുന്നു, രോഗത്തിൻ്റെ സങ്കീർണതകളുണ്ടാകുന്നു. അങ്ങനെ അവരുടെ ജീവിതം തന്നെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.